ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ ശബരിമല യാത്ര. നല്ല മഴക്കാലാട്ടോ. ഈ മഴക്കാലത്താണ് ഞങ്ങൾ മലയ്ക്ക് പോകാൻ തീരുമാനിച്ചത്. അതെന്താണെന്ന് വെച്ചാൽ മീനാക്ഷി മോളുണ്ട്. മീനാക്ഷി മോൾ കന്നിസ്വാമിയാണ്. അപ്പോൾ അവളെ അയ്യപ്പനെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോവാണ് ഞങ്ങൾ. അപ്പോൾ ഈ സമയങ്ങളിൽ അധികം തിരക്കുണ്ടാവില്ല ശബരിമലയിലൊന്നും. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സമയം സെലക്ട് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ ക്ഷേത്രത്തിലെത്തി. ഞങ്ങൾ ഗുരുസ്വാമിയാണ് പ്രകാശേട്ടൻ. പുള്ളി കെട്ട് നിറയ്ക്കാനുള്ള എല്ലാ പരിപാടികളും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞങ്ങളെ കുടുംബങ്ങളൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ കെട്ട് നിറയ്ക്കാൻ തുടങ്ങും. മീനാക്ഷി മോള് ക്ഷേത്രത്തിൽ തൊഴുത് റെഡിയായി നിൽക്കുകയാണ്. അങ്ങനെ ഓരോരുത്തരായി വന്നു തുടങ്ങി. എല്ലാവരും ക്ഷേത്രത്തിലെത്തി. അമ്മയും നമ്മളെ അയാനും ധ്യാനും ഒക്കെ എത്തിയിട്ടുണ്ട്. പിന്നെ ശരണം വിളിയോടുകൂടി ഞങ്ങൾ കെട്ട് നിറ തുടങ്ങാൻ പോവാണ്. കെട്ട് നിറയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയാലോ, എല്ലാവർക്കും അറിയാം. നമ്മളെ അയ്യപ്പന് അഭിഷേകം ചെയ്യാനുള്ള നെയ്യ്, അതായത് നെയ്ത്തേങ്ങ നമ്മൾ കെട്ടിൻ്റെ അകത്ത് വെക്കും. മെയിനായിട്ട് അതാണ് കെട്ടിലെ മെയിൻ സംഭവം. അത് വ്രതമെടുത്ത് നമ്മൾ ആ നെയ്ത്തേങ്ങ നിറയ്ക്കണം. വ്രതത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് അയാൻ അവിടെ നിൽക്കുന്നുണ്ട്, മീനാക്ഷി മോളെ കെട്ട് നിറയ്ക്കണമെന്ന് വേണ്ടിയിട്ട്. മൂപ്പർക്ക് നോൽമ്പെടുക്കാൻ മടിയാണ്. അല്ലെങ്കിൽ അയാനെ ഞങ്ങൾ കൊണ്ടുപോയി. അയാൻ പറഞ്ഞു, എനിക്ക് നോൽമ്പെടുക്കാൻ പറ്റില്ല, മത്സ്യമാംസമില്ലാതെ ഭക്ഷണം ഇറങ്ങൂല എന്ന് പറഞ്ഞുകൊണ്ട് അയാനെ ഞങ്ങൾ കൂട്ടിയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരായിട്ട് കെട്ട് നിറച്ച് തുടങ്ങി. അങ്ങനെ എല്ലാവരും കെട്ട് നിറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ ഒരു ചെറിയ രീതിയിൽ ഭക്ഷണം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. രാവിലത്തെ പ്രഭാത ഭക്ഷണം അതെല്ലാവരും വന്നവരൊക്കെ കഴിച്ചു. അങ്ങനെ ഞങ്ങൾ പോകാൻ തയ്യാറെടുക്കുക. അങ്ങനെ എല്ലാവർക്കും ഗുരുസ്വാമി അവരവരുടെ കെട്ട് തലയിൽ വെച്ച് വന്നതിന് ശേഷം ഞങ്ങൾ ആ ക്ഷേത്രത്തിൽ തേങ്ങയടിച്ച്. ക്ഷേത്രം വേറെ എവിടെയല്ല കേട്ടോ, നമ്മളെ നാട്ടിൽ തന്നെയുള്ള ബേപ്പൂർ ശ്രീ കക്കാടത്ത് ഭഗവതി ക്ഷേത്ര. അങ്ങനെ ഞങ്ങൾ വണ്ടിയിലേക്ക് ഞങ്ങളങ്ങനെ ശബരിമലക്ക് പോവാൻ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. സ്രാങ്ക് ഉണ്ട്, ഇടസ്രാങ്ക് ഉണ്ട്, മൂന്നാം സ്രാങ്ക് ഉണ്ട്, അവിടെ നാലാം സ്രാങ്ക് ഉണ്ട്. എവിടെ നമ്മളെ ബോസ് എവിടെ? അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയിട്ടോളൂ അല്ലേ മീനാക്ഷി? ഞങ്ങൾ അയ്യപ്പന്റെ അടുത്തേക്ക്. അങ്ങനെ ഞങ്ങൾ രാവിലത്തെ കുറച്ച് ഓടിയപ്പോൾ ചെറുതായി വിശക്കാൻ തുടങ്ങിയപ്പോഴേ ഞങ്ങളൊരു വെജിറ്റേറിയൻ ഹോട്ടലിൽ അങ്ങോട്ട് വണ്ടി നിർത്തി. അവിടുന്ന് ചെറുതായി ഫുഡൊക്കെ കഴിച്ച് വീണ്ടും യാത്ര തുടങ്ങി. തൃശ്ശൂരൊക്കെ എത്തിയപ്പോഴേക്കും നല്ല മഴ, നല്ല ശക്തിയായ മഴയാണ്. തൃശ്ശൂർ അങ്ങോട്ട് എത്തിയപ്പോഴേക്കും നല്ല മഴ കിട്ടാൻ തുടങ്ങി. പിന്നെ ആ മഴയത്ത് അങ്ങനെ ഓടിച്ച് ഞങ്ങൾ ഏകദേശം നമ്മുടെ എരുമേലി ഒരു ക്ഷേത്രമുണ്ട്. നമ്മൾ എരുമേലി അയ്യപ്പ ക്ഷേത്രം അല്ലാതെ തന്നെ ഞങ്ങളൊരു ഇൻസ്റ്റയിൽ ഒരു വീഡിയോ കണ്ടിട്ട് ആ ക്ഷേത്രം തിരഞ്ഞ് പോയി. അത് ഭയങ്കര ഒരു കാഴ്ചയായിരുന്നു. അവിടെ വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് തന്നെ ആയിട്ട് ഒരു ക്ഷേത്രം, എന്തോ ഒരു പ്രത്യേക ഭംഗിയാണ്. നല്ലൊരു എന്താ പറയാ, ശുദ്ധവായു കാട്ടിനുള്ളിലായിട്ട് നല്ലൊരു പ്രത്യേക എഫക്റ്റാണ്. അപ്പോൾ ആ ക്ഷേത്രത്തിന്റെ പേര് പഞ്ചതീർത്ഥ പരാശക്തി ദേവസ്ഥാനം, അതാണ് ആ ക്ഷേത്രം. അങ്ങനെ ഞങ്ങളവിടെ കാഴ്ചയൊക്കെ കാണാൻ വേണ്ടി അങ്ങോട്ട് ഇറങ്ങി. ഏകദേശം ഒരു 6:30 ആയിന്, 6 മണി, വൈകുന്നേരം 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കാണ് ഞങ്ങൾ ഈ എരുമേലിയുള്ള ഈ ക്ഷേത്രത്തിലെത്തിയത്.
അങ്ങനെ ഞങ്ങൾ അവിടുത്തെ എല്ലാ കാര്യങ്ങളൊക്കെ കണ്ട് ഒരു പ്രത്യേക അനുഭവം തന്നെയാണ് കേട്ടോ ഈ ഒരു സ്ഥലം. വെള്ളച്ചാട്ടവും വെള്ളത്തിൻ്റെ ശക്തിയായ ഒഴുക്കിൻ്റെ ശബ്ദവും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നു. മീനാക്ഷി മോള് ഫുള്ള് അടിപൊളി മൂഡിലാണ്. അതൊക്കെ കണ്ടപ്പോഴേ പുള്ളിക്കാരി സ്ട്രോങ് ആണ്. ഞങ്ങളെപ്പോലെ ഒന്നുമല്ല, ഒരു ക്ഷീണമൊന്നുമില്ല പുള്ളിക്കാരി. അങ്ങനെ അവിടെ ഒരു പൂജ നടക്കുന്ന സമയമായി ഞങ്ങൾ പോയത്. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ കാഴ്ചയൊക്കെ കണ്ട് വീണ്ടും വണ്ടിയിലേക്ക് പോവാണ്. ഇനി നമ്മൾ പോവല് എരുമേലി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്കാണ്. നമ്മൾ അവിടുന്ന് തൊഴുതിട്ടാണ് നമ്മൾ നേരെ നിലക്കലേക്ക് പോവുക. അപ്പോൾ നിലക്കലാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുക. അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടുന്ന് KSRTC ബസ് കയറി നേരെ പമ്പയിൽ പോയി ഇറങ്ങും. അങ്ങനെ നമ്മൾ എരുമേലിയിലൊക്കെ തൊഴുത് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അങ്ങനെ പമ്പയിൽ എത്തിയിട്ടുണ്ട്. പമ്പയിലൊക്കെ എത്തിയപ്പോൾ കാല് താഴെ വെക്കാനേ കഴിയില്ല നമുക്ക്. അത്രക്കും ചെറിയ ചെറിയ കല്ലുകളൊക്കെ കാലിൻ്റെ അടിയിലേക്ക് തട്ടുമ്പോഴേ തണുത്ത കാലാവസ്ഥ ആണല്ലോ. ഓഫ്, പമ്പാണെങ്കിലും നല്ല ശക്തിയായിട്ട് ഒഴുകുന്നുണ്ട് ഇവിടെ. അങ്ങനെ ഞങ്ങൾ പമ്പയിൽ വീഡിയൊക്കെ വെച്ച് അന്ന് രാത്രി അവിടെ കിടന്നു. പിറ്റേന്ന് പുലർച്ചയ്ക്ക് ഒരു 3 മണിക്ക് എഴുന്നേറ്റ് പമ്പയിൽ വന്ന് കുളിക്കാം. മീനാക്ഷി മോള് നല്ല തണുപ്പുണ്ട്. മീനാക്ഷി മോളെ ഞങ്ങൾ തല നനച്ചിട്ടില്ല, മേല് മാത്രം കഴുകി കൊടുത്തു. പമ്പ നല്ല ഒഴുക്കുണ്ട് കേട്ടോ, വലിയ വലിയ മീനുകളും പമ്പയില്. അങ്ങനെ ഞങ്ങളും കുളിക്കാനിറങ്ങി. പമ്പ എന്ന് പറഞ്ഞ പാപനാശിനിയാണ്. നമ്മൾ അറിഞ്ഞോ അറിയാതെയും ചെയ്തു പോയ പാപങ്ങളൊക്കെ കഴുകി കളയാണ്. എന്താ നമ്മൾ പറയാ, ഐസിട്ട വെള്ളത്തിൽ ഇറങ്ങണ പോലെ അത്രക്കും തണുപ്പാ. ഇതൊന്നും നമുക്കൊന്നൊരു വിഷയമല്ല ഈ തണുപ്പൊന്നും. നമ്മള് കടലിനോട് മല്ലടിക്കുന്ന കടൽ മച്ചാന്മാരാ നമ്മളൊക്കെ. നമുക്ക് ഈ തണുപ്പൊക്കെ അങ്ങോട്ട് വലിയ പ്രശ്നമുള്ള കാര്യമല്ല. അങ്ങനെ ഞങ്ങൾ വീണ്ടും അവിടുന്ന് ഞങ്ങൾ കെട്ടൊക്കെ എടുത്ത് തലയിൽ വെച്ച് പമ്പ ഗണപതിയെ തൊഴുത് മല കയറാൻ പോവാണ്. ഇത് നമ്മൾ പമ്പയിലുള്ള ഗണപതി ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള കാഴ്ചയാണ്. അങ്ങനെ 4:30 ഞങ്ങൾ മല ചവിട്ടാൻ പോവാണ്. അങ്ങനെ ഞങ്ങൾ മല ചവിട്ടാൻ പോവാണ്. ഇതാണ് പൂങ്കാവനം. ഇവിടുന്ന് ഞങ്ങൾ മല കയറ്റം തുടങ്ങാം. ഞങ്ങൾ മല കയറാൻ പോകുമ്പോൾ ചെറുതായിട്ട് മഴ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും മഴക്കോട്ടൊക്കെ ഇട്ടിട്ടാണ് മല കയറാൻ തുടങ്ങിയത്. ഹലോ ഫ്രണ്ട്, മീനുക്കുട്ടി സ്ട്രോങ് ആയി കയറി വന്നുകൊണ്ടിരിക്കുന്നു. എങ്ങനെയുണ്ട് മീനുക്കുട്ടി? സൂപ്പറല്ലേ? അതെ, പല പല വിധവിധமான കളറിലാണ് ഞങ്ങൾ ഇപ്രാവശ്യം മല കയറുന്നത്. പെരും മഴയത്ത്. ഇപ്പൊ മഴ ഇല്ല കേട്ടോ. നീലിമല കയറി തുടങ്ങിയിട്ടോളൂ. ഫസ്റ്റ് ഘട്ടത്തിൽ കടന്നിട്ടോളൂ. ആർക്കും മുഖത്തൊരു തുള്ളി തളർച്ച പോലും ഇല്ല കേട്ടോ. വളരെ സ്ട്രോങ് ആയിട്ടാണ് കയറുന്നത്. ഓടി ഓടി കയറുന്നുണ്ട് രത്നാരേട്ടൻ, സുധീരേട്ടൻ. അപ്പൊ നമ്മളെ താരങ്ങൾ പരിചയപ്പെട്ടില്ല. ഇത് നമ്മളെ സുധീരേട്ടൻ കേട്ടോ. ഇത് രത്നാരേട്ടൻ, ഇത് കുട്ടായേട്ടൻ, ഷിജുവേട്ടൻ. ഇത് നമ്മളെ പിന്നെ അറിയാലോ, നമ്മളെ അംഗങ്ങൾ തന്നെയാണ്. അതെ, തുടങ്ങിയിട്ടുള്ളൂ മല കയറാൻ. നിങ്ങൾ വിചാരിക്കും എന്താ ഭീമന്റെ സംസാരിക്കണായിരുന്നു. ഇവിടെ അങ്ങനെ കെട്ടുമുറുകിട്ടാ. അങ്ങനെ കോട്ടൊക്കെ ഇട്ട് ഞങ്ങൾ കോട ഇറങ്ങിയിട്ട് നല്ല തണുപ്പ്, മൂടി കിടക്കാണ്. മഞ്ഞൊക്കെ.
എന്താ പ്രശ്നം മീനാക്ഷി? അങ്ങനെ അയ്യോ. മീനാക്ഷി മുളമാരത്തെ സ്വാമിമാരൊക്കെ ഉണ്ട്. കണ്ടോ, ഫുള്ള് കോട മൂടി കിടക്കാണ്. അങ്ങനെ ഞങ്ങള് ശബരി പീഠത്തിലെത്തി. അതിന്റെ മുന്നായിട്ട് നമ്മളെ ശരംകുത്തിയാലുണ്ട് കേട്ടോ ഇവിടെ. സ്ഫടികത്തില് അങ്ങനെ ഞങ്ങളിതാ എല്ലാരും കോട്ടൊക്കെ അഴിച്ചു വെച്ച്, കോട്ടിട്ടിട്ട് മഴയില്ലാതെ കയറിയപ്പത്തി നന്നായി വേർത്തു. അങ്ങനെ ഞങ്ങളിതാ ശബരി പീഠത്തിലേക്ക് ഇനി ഇവിടുന്ന് കുറച്ചുള്ളൂ, ഇനി കയറ്റൊന്നുമില്ല, ഇനി നേരെ ഇങ്ങനെ നടക്കേണ്ട കാര്യമുള്ളൂ. ഏതാനും സമയത്തിനുള്ളിൽ നമ്മള് നടപ്പന്തെല്ലാം അങ്ങോട്ടെത്തും. ഇതാണ് ശരംകുത്തിയാല്. കയ്യിലേക്ക് കേറിയിരിക്കുകയാണ് കൂട്ടുകാരെ. അങ്ങനെ നമ്മളിതാ ശബരിമലയിൽ അവസാനം തോറ്റു പോവാൻ കൊടുക്കാതെ സന്നിധാനത്തിലെത്താനായിട്ടുണ്ട്. അപ്പം മഴയൊക്കെ പോയി, മഴ ചെറുതായിട്ട് കിട്ടിയിട്ടുള്ളൂ. ഞങ്ങൾ മല കയറി ആർക്കും യാതൊരു ക്ഷീണമൊന്നുമില്ല. ഇതൊന്നും പ്ലക്കാണല്ലോ. നല്ല അധികം തിരക്കൊന്നുമില്ല കേട്ടോ. ആദ്യമൊക്കെ ഇവിടേക്ക് ഒന്നും ഇങ്ങോട്ട് ഇങ്ങനെ കടക്കാൻ കഴിയില്ല. ഇവിടെ ഇതിന് മുമ്പൊക്കെ വന്ന സമയത്ത് ഈ നടപ്പന്തല്ലതായി കാണുന്ന ലൈനുകളിലൊക്കെ ഫുള്ളാണായിട്ടുണ്ടാവും, കണ്ടില്ലേ? അങ്ങനെ ഇതാ നമ്മള് 18-ാം പടിയുടെ മുന്നിൽ. എന്താ പറയാ, ഒരു പ്രത്യേക കാഴ്ചയാണ്. ആരും തിരക്കോ തള്ളിവിടാനോ ഉന്തിവിടാനോ ഒന്നും ആരുമില്ല. നല്ല സുഖമായിട്ട് 18-ാം പടിയുടെ മുന്നിലെത്തിയിട്ടുണ്ട്. അവിടെ 18-ാം പടിക്ക് തേങ്ങ അടിച്ചിട്ടാണ് നമ്മൾ കയറുക. അങ്ങനെ മീനാക്ഷി മോളും മണികണ്ഠ സ്വാമിയൊക്കെ കയറണം. മീനാക്ഷി മോൾ ഒറ്റയ്ക്കാണ് കയറുന്നത്. സ്വാമിമാർ നമ്മുടെ പോലീസുകാർ ചെറുതായി ഒന്ന് കൈ പിടിക്കുന്ന എല്ലാ പടിയും ചവിട്ടി തൊഴുത് കയറാണ് മീനാക്ഷി മോൾ. അങ്ങനെതാ ഇവിടെ കുറച്ച് തിരക്കുണ്ട് നമ്മളെ ദർശനത്തിനായിട്ട്. ദർശനത്തിൻ്റെ അവിടെ കുറച്ച് തിരക്കുണ്ട്. എല്ലാം എന്താ വെച്ചാൽ നമ്മുടെ ഈ കെട്ട് നിറക്കാതെ വന്ന സ്വാമിമാരും അയ്യപ്പനെ കണ്ടു തൊഴാൻ വേണ്ടിയിട്ട് വന്നവരുണ്ട്. 18-ാം പടി ചവിട്ടാതെ കയറിയവർ, അവരുടെ തിരക്കൊക്കെ ആയിട്ട് അങ്ങനെ ഞങ്ങൾ അയ്യപ്പനെ കണ്ണ് നിറച്ച് ദർശിച്ച് ക്ഷേത്രം പ്രദക്ഷിണം ചെയ്യാം. ഇനി നമ്മൾ നേരെ വിരിവെക്കണം. അതിൻ്റെ മുന്നായിട്ടൊരു ചെറിയ കാര്യം കൊണ്ട് മാളികപ്പുറത്ത് തേങ്ങ ഉരുട്ടാനുണ്ട്. നമ്മൾ മീനാക്ഷി അങ്ങനെ മാളികപ്പുറത്ത് തേങ്ങ ഉരുട്ടിയിട്ട് ഞങ്ങൾ നേരെ വിരിവെക്കും. വിരിവെച്ചാൽ പിന്നെ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമ്മളെ നെയ്ത്തേങ്ങ, അയ്യപ്പന് അഭിഷേകം ചെയ്യാനുള്ള നമ്മൾ കൊണ്ടുവന്ന നെയ്ത്തേങ്ങ പൊട്ടിച്ച് ഒരു ടിപ്പിനിലാക്കി നമ്മുടെ മണികണ്ഠ സ്വാമി അത് അഭിഷേക കൗണ്ടറിൽ പോയി ഷീട്ടാക്കിയിട്ട് നേരെ അഭിഷേകം ചെയ്യാൻ കൊടുത്തിട്ട്, അപ്പം ബാക്കിയുള്ള നമ്മുടെ കെട്ടത്തിൻ്റെ ബാക്കി കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ അതിലും മലരും പ്രസാദം ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ, കളഭവും ചന്ദനത്തിരിയും ഭസ്മൊക്കെ ഉണ്ട്. അതൊക്കെ വേറാക്കി നമ്മൾ എല്ലാം അവിടെ കൊണ്ടുപോയി കൊടുത്ത് വന്ന് മണികണ്ഠ സ്വാമി ഇപ്പോഴും എത്തിയിട്ടില്ല. ആ ഒരു ചെറിയ ഗ്യാപ്പിൽ ചെറുതായിട്ട് ക്ഷീണം ഉണ്ടായപ്പോൾ മീനാക്ഷി മോള് ഇറങ്ങി, പിന്നെ നമ്മളെ കുട്ടായി ഒരു കിടന്നു തുടങ്ങി. അപ്പം മീനാക്ഷി മോള് വർക്ക് കിട്ടിയപ്പോൾ നേരെ ഞങ്ങൾ അന്നദാനം അവിടെ ഉണ്ട് ശബരിമലയിൽ, അവിടെ പോയി കഴിച്ച് അങ്ങനെ ഞങ്ങൾ മല ഇറങ്ങാൻ പോവാണ്. 18-ാം പടിക്ക് വീണ്ടും നമ്മൾ ഇറങ്ങുമ്പോഴും ഒരു തേങ്ങ അടിക്കും. 18-ാം പടിക്ക് ഒരു തേങ്ങ അടിച്ച് മല ഇറങ്ങാൻ പോവാണ്. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ തൊഴുത് എല്ലാ സങ്കടങ്ങളും അയ്യപ്പനോട് പറഞ്ഞതാണ് തിരിച്ച് പോവാൻ വരുന്നതാണ്. നടപ്പന്തല്ല തിരിച്ചു പോകുമ്പോഴുള്ളൊരു ചെറിയ രംഗം. അങ്ങനെ ഞങ്ങൾ മലയിറങ്ങി പമ്പയിലെത്തി. താഴെ ഭയങ്കര ഒരു മല ഇറങ്ങണ സമയത്ത് നന്നായി ഞങ്ങൾക്ക് മഴ കിട്ടിട്ടോ. അപ്പൊ ആ മഴയത്ത് ആളുകളൊക്കെ ചെറുതായിട്ട് കാലൊക്കെ സ്ലിപ്പായി വീഴുന്നുണ്ടായിരുന്നു. 2-3 പേര് വീഴണൊക്കെ കണ്ട്. അങ്ങനെ വലിയ പരിക്കൊന്നും ഉണ്ടാവില്ല, ജസ്റ്റ് ഒന്ന് കാല് സ്ലിപ്പായിട്ട് വീഴുക ചെയ്ത ആള്. ചെറുതായിട്ട് വെള്ളം ഒഴുകി ഇറങ്ങല്ലേ. അങ്ങനെ നമ്മള് മല ഇറങ്ങി, അവിടുന്ന് ഇറങ്ങി പമ്പയിലെത്തി, അയ്യപ്പനൊക്കെ കണ്ട്
പമ്പയിലെത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾ KSRTC ബസ് കയറിയിട്ട് വീണ്ടും നമ്മൾ പാർക്കിങ്ങിലേക്ക്, നിലക്കലാണ് പാർക്കിങ്. നല്ല മഴയും കാലാവസ്ഥ മോശമായതുകൊണ്ട് ഇവിടെ വണ്ടി നിർത്താൻ സമ്മതിച്ചിട്ടില്ല. ഒരു പറഞ്ഞ് നിലക്കൽ വെച്ചിട്ട് നമ്മൾ സാധാ വരുന്ന പോലെ. അപ്പം മഴക്കാലത്ത് അയ്യപ്പനെ കാണാൻ വന്നതൊരു പ്രത്യേക കാഴ്ചയായിരുന്നു. എല്ലാം 18ാം പടിയും ഒറ്റയ്ക്കൊക്കെ 18ാം പടി കയറാൻ കഴിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ദർശനവും. പമ്പ അങ്ങനെ ശക്തിയായിട്ട് ഒഴുകിക്കൊണ്ട് കാണുതാ, കണ്ടില്ലേ? ഫുള്ള് വെള്ളാണ്. ഇതൊന്നല്ല കേട്ടോ, ഇതിലും കൂടുതൽ നിറഞ്ഞു കവിഞ്ഞ് ഒഴുകി നമ്മളെ. അതെ, ഒഴുകിയൊരു സമയം ഉണ്ടായിന്, പ്രളയത്തിന്റെ സമയത്ത് പമ്പ നിറഞ്ഞു കവിഞ്ഞ് ഒഴുകി. ശക്തിയായിട്ട് ഒഴുകി വരാണ്. അങ്ങനെ നമ്മള് അപ്പം തിരിച്ച് പോവാണ്. നമ്മളെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കേട്ടോ. കോഴിക്കോട് ബേപ്പൂരിൽ നിന്നും നമ്മളെ സുധീർ സ്വാമിന്റെ നേതൃത്വത്തിൽ കുറച്ച് സ്വാമിമാർ മഴക്കാലത്ത്, അതിശക്തമായ മഴക്കാലത്ത് അയ്യപ്പനെ കാണാൻ വന്നിരിക്കുകയാണ്. പറഞ്ഞ പോലെ നമ്മുടെ വീഡിയോ ഏകദേശം തീരാറായിട്ടുണ്ട്. നമ്മൾ നിലക്കൽ പാർക്കിങ്ങിലേക്ക് പോയി, പാർക്കിങ്ങിലെത്തി നമ്മളെ വണ്ടിയിലേക്ക് കയറാൻ പോവാണ്. പാർക്കിങ്ങിൽ KSRTC ബസ്സിൽ നമ്മൾ പാർക്കിങ്ങിലെത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മളിതാ നമ്മുടെ വണ്ടിയിൽ കയറി. ഇനിയിപ്പോ തിരിച്ചു പോകുമ്പോ ഞാനാണ് ഡ്രൈവ് ചെയ്യുന്നത്. അവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് ശബരിമലക്ക് വരുമ്പോൾ മണിയാണ് ഡ്രൈവ് ചെയ്തത്. ഇനിയിപ്പോ ഞാൻ പോകുമ്പോ ഞാൻ ഡ്രൈവ് ചെയ്യാന്ന് പറഞ്ഞു ഡ്രൈവിംഗ് സീറ്റിലേക്ക് വന്നിരുന്നിട്ടുണ്ട്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്നിട്ട് ഇതുപോലത്തെ നല്ല നല്ല വീഡിയോ ഞങ്ങൾക്ക് അന്നാലെ ഇടാനൊരു പ്രചോദനം വരുള്ളൂ. നിങ്ങൾ മറക്കണ്ട, നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.